ഹലോ, വെൽക്കം ടു ജീവനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈൻഡ് കെയർ. നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകൾ അകലം പാലിക്കുകയോ എളുപ്പത്തിൽ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ മുൻപത്തെ പോലെ സംസാരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ടോ? ഇത് സാധാരണ കൗമാരപ്രായക്കാരുടെ ഭാവമാറ്റ പ്രശ്നമാകണമെന്നില്ല. പലപ്പോഴും മാനസിക പ്രശ്നങ്ങളുടെ പ്രാരംഭ ലക്ഷണങ്ങളാകുവാൻ സാധ്യതയുണ്ട്. ഓരോ 5 കൗമാരപ്രായക്കാരുടെ കണക്കുകൾ എടുത്തു നോക്കുമ്പോഴും ഒരാൾക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ കാണപ്പെടുന്നു. കൗമാരപ്രായക്കാരുടെ ആത്മഹത്യയിൽ പ്രധാനമായ പങ്ക് വഹിക്കുന്നതും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ്. ആദ്യം തന്നെ പ്രശ്നങ്ങളെ തിരിച്ചറിയുന്നതിലൂടെ പലപ്പോഴും നമ്മൾക്ക് അവരുടെ ജീവൻ രക്ഷിക്കുവാനും പ്രശ്നങ്ങളെ നിയന്ത്രിക്കുവാനും സാധിക്കും. കൗമാരപ്രായക്കാരിൽ പ്രാഥമികമായി കണ്ടുവരുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ നോക്കാം. മനോഭാവ വ്യതിയാനങ്ങൾ, എളുപ്പത്തിൽ ദേഷ്യപ്പെടുക, ദുഃഖം വരിക, മൂഡ് സ്വിങ്സ് വന്നുകൊണ്ടിരിക്കുക, കാരണമില്ലാതെ കരയുക അല്ലെങ്കിൽ എന്തിനും പ്രതികരിക്കാതിരിക്കുക, മുൻപുള്ളതിനേക്കാൾ വിപരീതമായ സ്വഭാവങ്ങൾ കാണിക്കുക, കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഒഴിവാക്കുക, പഠനത്തിൽ പഴയതുപോലെ ശ്രദ്ധിക്കാൻ സാധിക്കാതിരിക്കുക, ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യുമ്പോൾ ആസ്വദിക്കാനാകാത്ത അവസ്ഥ. പല ശാരീരികമായ പ്രശ്നങ്ങൾ, സ്ഥിരമായ തലവേദന, വയറുവേദന, ഉറക്കത്തിൽ ആഹാരത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, ക്ഷീണം, ഊർജം കുറവ് തുടങ്ങി പല പല പ്രശ്നങ്ങൾ ശാരീരികമായി അനുഭവപ്പെടുന്ന അവസ്ഥ. മരണത്തെക്കുറിച്ചോ ആത്മഹത്യയെക്കുറിച്ചോ സംസാരിക്കുന്നതും സ്വയം ഹാനി വരുത്തുന്നതും മയക്കുമരുന്ന് തുടങ്ങി ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും അതിരുകടന്ന പ്രവർത്തനങ്ങളും പെരുമാറ്റങ്ങളും മാനസികാരോഗ്യ പ്രശ്നങ്ങളുടെ ആദ്യ ലക്ഷണങ്ങളാകാം. ചില സ്വഭാവങ്ങളെല്ലാം സാധാരണമാണ്. എന്നാൽ എപ്പോഴാണ് ഇതെല്ലാം ഒരു വാർണിംഗ് സൈൻ ആകുന്നത്? ഇടയ്ക്ക് വരുന്ന മൂഡ് സ്വിങ്സ്, തനിച്ചിരിക്കുവാൻ തോന്നുന്നത്, ചില സമയങ്ങളിൽ അനുഭവപ്പെടുന്ന സ്ട്രെസ്, ഉറക്കത്തിലും വിശപ്പിലും വരുന്ന വ്യത്യാസങ്ങൾ, വീട്ടിലെ ചെറിയ ചെറിയ തർക്കങ്ങൾ, വിഷമത്തിലാണെങ്കിലും ഞാൻ ഓക്കെയാണ്, കുഴപ്പമില്ല എന്ന് പറയുന്ന സ്വഭാവങ്ങൾ, ചില സമയങ്ങളിൽ സ്കൂളിലെ ആക്ടിവിറ്റീസ് എല്ലാം ഇഷ്ടപ്പെടാതിരിക്കുന്നത്, താല്പര്യക്കുറവ്, ഇതെല്ലാം സ്വാഭാവികമാണ്. സ്ഥിരമായി സങ്കടവും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്ന സാഹചര്യങ്ങൾ, കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും പൂർണ്ണമായി ഉൾവലിയുന്ന സന്ദർഭങ്ങൾ, സ്ഥിരമായി ഉത്കണ്ഠയും ഭയങ്ങളും, ഉറക്കത്തിലും വിശപ്പിലും കാര്യമായ മാറ്റങ്ങൾ, അഗ്രസീവായ വയലന്റായ സ്വഭാവങ്ങൾ, മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ, കാഴ്ചപ്പാടുകൾ, പ്രതീക്ഷയില്ലാത്ത അവസ്ഥ, സ്വന്തമായി ശരീരത്തെ മുറിവേൽപ്പിക്കുന്ന പ്രവണതകൾ, സ്കൂളിലേക്ക് പോകാതെ ഇരിക്കലും മേജറായ അക്കാഡമിക് ആക്ടിവിറ്റീസിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കാത്തതും, മുൻപത്തേതിന് വിപരീതമായി വലിയ രീതിയിൽ അക്കാഡമിക് ചേഞ്ചസ് ഉണ്ടാകുന്നതെല്ലാം ഇതെല്ലാം വാർണിംഗ് സൈൻസ് ആണ്. നമ്മൾ കൃത്യമായ ശ്രദ്ധ ഇവിടെ കൊടുക്കണമെന്നും കൃത്യമായി നിയന്ത്രിക്കുവാൻ നമ്മൾക്ക് സാധിക്കണമെന്നുമുള്ള വാർണിംഗ് സൈൻസ്. ഈ പ്രശ്നങ്ങളിൽ രക്ഷിതാക്കൾക്കും മുതിർന്നവർക്കും എങ്ങനെ ഇടപെടുക? കുട്ടികളോട് മോശമായ രീതിയിൽ ചോദിക്കാതെ മെച്ചപ്പെട്ട രീതിയിൽ അവരെ സമീപിക്കുക. കൂടുതൽ കേൾക്കുവാൻ വേണ്ടി സമയം ചിലവഴിക്കുക. കൂടുതലായും സംസാരിക്കുവാൻ എൻകറേജ് ചെയ്യുക. കുറ്റപ്പെടുത്തലുകൾ പൂർണ്ണമായി ഒഴിവാക്കുക. നമ്മൾ കൃത്യമായി ഇടപെട്ടിട്ടും അവർക്ക് മാറ്റമൊന്നുമില്ലെങ്കിൽ അല്ലെങ്കിൽ ഇനിയും സഹായം ആവശ്യമാണെങ്കിൽ അവിടെ സ്കൂൾ കൗൺസിലേഴ്സിനെയും സൈക്കോളജിസ്റ്റിനെയും പോലെയുള്ള പ്രൊഫഷണൽ ഹെൽപ്പേഴ്സിനെ പരിഗണിക്കുക. സൈക്കോളജിക്കലായുള്ള ട്രീറ്റ്മെന്റ് സ്വാഭാവികമാണെന്ന കാഴ്ചപ്പാട് ഉറപ്പാക്കുക. അത് മക്കളിലേക്കും പകർന്നു കൊടുക്കുക എന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. പലപ്പോഴും പേരൻസ് കൂടെയുണ്ടെന്ന തോന്നലുകളും മനസ്സിലാക്കുന്നുണ്ടെന്ന ചിന്തയും അവരെ പല പ്രശ്നങ്ങളിൽ നിന്നും മുക്തരാക്കാം. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യത്തിന് തുല്യമാണ്. ആദ്യം സഹായം തേടുന്നത് നല്ല ഫലങ്ങൾ നൽകുന്നു. ലക്ഷണങ്ങൾ കാണുമ്പോൾ ഭയത്തോടെയല്ലാതെ കരുതലോടുകൂടി സമീപിക്കുവാനായി ശ്രമിക്കുക. ഇന്ന് വളർന്നു വരുന്ന തലമുറ നാളെയുടെ പ്രതീക്ഷകളാണ്.